തൃക്കാക്കരയിൽ കിഡ്ഫിറ്റ് മാർഷൽ ആൻഡ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സമീപത്താണ് ഇത് ആരംഭിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം തൃക്കാക്കര MLA ഉമാ തോമസ് നിർവഹിച്ചു. ഇന്ത്യക്കും പേര് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല അത്ലറ്റ്സിനെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതിന് സപ്പോർട്ടും ഉണ്ട്, ഉറപ്പായിട്ടും എടുത്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷൻ ചേച്ചി ചെയ്യാൻ പോവാണ്. ഇതിൽ ഇടിച്ചിട്ട് ജസ്റ്റ് ഒരു പഞ്ച് തിരിച്ചു കുറിക്കാൻ കുട്ടികളെ പോലും തല്ലിയിട്ടില്ല. അവരോട് ദേഷ്യമൊന്നുമില്ല, സ്നേഹമുള്ളൂ. 2, 3 വലിയ സന്തോഷമുണ്ട്. തൃക്കാക്കരയിൽ ഓരോ സംരംഭം ഉണ്ടാകുമ്പോഴും എനിക്ക് വലിയ സന്തോഷമാണ്. അത് ഏറ്റവും നന്നായി കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിച്ച് വികസിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓരോ പരിപാടിയും ഉദ്ഘാടനം ചെയ്യുക. ഇവർക്ക് വളർച്ചയുണ്ടായാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ നാടിന് വളർച്ചയുണ്ടാവുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനും. എനിക്ക് അജിത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഒളിമ്പിക്സിൽ എൻ്റെ കുട്ടികളെ എത്തിക്കാനാണ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇവിടെ അജിത്തിൻ്റെ നാവ് പൊന്നാവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ ഇത് പൊന്നായി തീരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ തൃക്കാക്കരയിൽ നിന്ന് ഒരു ഒളിമ്പ്യൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു അഭിമാനവും അഹങ്കാരവുമാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ വലിയ സന്തോഷം. അജിത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ എനിക്ക് ഈ എറണാകുളത്തേക്ക് എന്നെ ഇങ്ങോട്ട് പറിച്ചു തട്ടത് ശരിക്കും പറഞ്ഞാൽ PT തോമസ് സാറാണ് എനിക്ക് SH അഡ്മിഷൻ മേടിച്ചു തന്നത്. അപ്പോൾ ആ നന്ദിയും കടപ്പാടും എന്നും എനിക്ക് ഉണ്ടാവും. എന്നെ ഇപ്പം ഞാൻ എന്ത് നിലയിലെത്തിയോ അതിൻ്റെ ഒരു വലിയ കാരണക്കാരൻ PT തോമസ് സാറാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ 2 പേരുടെയും ഫോട്ടോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഇപ്പം ജിമ്മിൽ പോകുന്നത് ആരോഗ്യം ഉണ്ടാക്കുന്നവരുണ്ട്, ജോലി ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ രണ്ടുപേരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരു അധ്വാനമാണ്. ഈ അധ്വാനം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ആവശ്യത്തെ കൊഴുപ്പുകൾ മാറും. നമ്മുടെ ജിമ്മിൽ പോകാൻ വയ്യാന്ന് വിചാരിച്ചോളെ, ശാരീരിക അധ്വാനം ഏതാ ചെയ്യണം? നടക്കണോ? നടക്കുന്നത് നല്ലതാണ്, പക്ഷെ നടക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ മസിൽസിനും ബലം വരണമെന്നില്ല. മസിൽസ് വേറെയാണ്. കാർഡിയോ റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് മസിൽസിനെ ട്രെയിൻ ചെയ്യണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് തന്നെ ചെയ്യേണ്ടി വരും, മസിൽ ട്രെയിനിങ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം മാം എന്നുള്ള ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് തന്നെ എല്ലാം ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒറ്റയടിക്ക് പോയിട്ട് നേരെ സ്കോട്ട് അല്ലെ പുഷപ്സ് അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയാണ് അതിൻ്റെ ബേസിക് സ്ട്രെങ്തനിങ്. അതിനുശേഷം നമുക്ക് അഡ്വാൻസ് ആയിട്ട് മസിൽ സ്ട്രെങ്തനിങ്. ഞാൻ ഇവർക്കൊക്കെ സ്ട്രെങ്തനിങ് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. എൻ്റെ ക്ലയൻസ് ആണ്. റക്ക ക്ലബിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ക്ലയൻസ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കുറച്ച് മൈൻഡ് സെറ്റോടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മസിൽ സ്ട്രെങ്തിനെ വീണ്ടെടുക്കാൻ പറ്റും. നമ്മുടെ പ്രയത്നം ഒരുപാട് ഓടി നടന്നിട്ടോ ചാടിയിട്ടോ ശാരീരികമായിട്ട് ഈ ട്രെഡ്മില്ലിൽ ഓടിയിട്ടോ ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ബെഞ്ചിലിരുന്നിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ വ്യായാമങ്ങളുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ. നമ്മുടെ ബോഡി മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മളത് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് മെഷർ ചെയ്യുക, നമ്മൾ അതൊന്ന് നോക്കുക. സാധാരണ ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കണ്ട, നമ്മളെ തന്നെ എടുക്കുക. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നമുക്കറിയാൻ പറ്റും നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്. ഈ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നിട്ട് 14 കിലോ കൂടിയായിരുന്നു. മെഡിസിൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാനതിപ്പം നന്നായിട്ട് ഞാൻ ചോറ് കഴിക്കുകയില്ല, അതുകൊണ്ട് ഇപ്പം 11 കിലോ കുറച്ചു. ഡയറ്റ് ചെയ്തു. അത് വളരെ നല്ലതാണ്. 11 കിലോ കുറയ്ക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള 1 കിലോ കുറച്ചു ഞാൻ.
ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യണം, ചെറുതായിട്ട്. അത് ചെറുത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലോട്ട് നമുക്ക് മസിൽസിന് ടോണപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല സഹായം വേണം കേട്ടോ. ഉറപ്പായിട്ടും